പിതാവിനെ തല്ലിച്ചതച്ച് മകനും ഭാര്യയും. അടൂർ സ്വദേശി തങ്കപ്പനാണ് മകന്റെയും ഭാര്യയുടെയും മർദ്ദനമേറ്റത്. ഇളയ മകൻ സിജു, ഭാര്യ സൗമ്യ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, നമ്മൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കുന്നത് വളരെയധികം ക്രൂരമായ ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. മകനും ഭാര്യയും ചേർന്ന് പ്രായമായ ഒരാളെ, സ്വന്തം പിതാവിനെ തല്ലിച്ചതയ്ക്കുകയാണ്. എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? എന്താണ് മർദ്ദന കാരണം? സിന്ധൂരി, ഇക്കാര്യത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. തങ്കപ്പന്റെ പരാതി, അതായത് ഈ പിതാവിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മകൻ സിജുവും അതുപോലെ തന്നെ ഭാര്യ സൗമ്യയും ചേർന്ന്, മരുമകളും ചേർന്നാണ് അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ആ മർദ്ദനത്തെ പറ്റി വാക്കുകൾക്കതീതമായി നമുക്ക് ദൃശ്യങ്ങളിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ക്രൂരമായ മർദ്ദനമാണ് തങ്കപ്പന് ഏറ്റിട്ടുള്ളത്. പൈപ്പ് പട്ടികൊണ്ടും കമ്പുകൊണ്ടുമാണ് മർദ്ദിക്കുന്നത്. ഇക്കാര്യത്തിൽ മകന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മറ്റ് വിവരങ്ങൾ അറിയുന്നത്, ഈ തങ്കപ്പൻ വീട്ടിൽ മദ്യപിച്ചതിനെ തുടർന്നാണ് ഇത്തരമൊരു വാക്കുതർക്കവും അതിനുശേഷമുള്ള തർക്കമാണ് മർദ്ദിച്ചു എന്നാണ്. മർദ്ദനത്തിന് കാരണം എന്റെ ചേതോവികാരം അതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തങ്കപ്പന്റെ പരാതി പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ പറയുന്നത്, വീട്ടിൽ ചെന്നപ്പോൾ അകാരണമായി മർദ്ദിച്ചു എന്ന പരാതി അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് മാത്രമല്ല, അല്ലാതെ അതിനപ്പുറത്തേക്ക് മകനും ഭാര്യയ്ക്കും ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടെന്നും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന ആളുകൾക്കറിയാം ക്രൂരമായ മർദ്ദനമാണ് നടന്നിരിക്കുന്നത്. അതിന്റെ അകത്ത് നടപടി സ്വീകരിക്കുമെന്ന് പോലീസും അറിയിച്ചിരിക്കുന്നത്. അതെ സുജു പറഞ്ഞ പോലെ തന്നെ കൂടുതലും ഈ ദൃശ്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതിക്രൂരമായ മർദ്ദനമാണ് ഇരുവരും ചേർന്ന് പ്രായമായ ഒരു മനുഷ്യനെതിരെ കാണിച്ചിരിക്കുന്നത്. അയാളെ തല്ലിച്ചതയ്ക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു സമീപവാസികൾ ആരെങ്കിലും ആയിരിക്കാം ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ആകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ പ്രചരിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ വലിയ തരത്തിലാണ് ജനരോക്ഷവും ഉണ്ടാകുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു ഈ സംഭവം നടന്നത് ഒട്ടും ശരിയായില്ലെന്നുള്ള നിലപാട് തന്നെയാണ് ആളുകളെല്ലാം എടുക്കുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പോലീസ് നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ഇത്തരത്തിൽ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ മകൻ സിജുവിനും ഭാര്യ സൗമ്യയ്ക്കും ഒരു കേസെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ തുടർ നടപടികൾ, അറസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് ഉടൻ കടക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇരുവരും കാട്ടിയ, അല്ലെങ്കിൽ ക്രൂരത, സ്വന്തം അച്ഛനോട് കാട്ടിയ ക്രൂരതയെ പറ്റി വലിയ വിമർശനമാണ് പൊതുസമൂഹത്തിന് ഉയർന്നത്. അതേസമയം മദ്യപിച്ചെത്തി സ്ഥിരമായി വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ടെന്നും, അത്തരത്തിൽ ഈ സംഭവം നടക്കുമ്പോഴും മോശമായ രീതിയിൽ ഈ തങ്കപ്പൻ പെരുമാറിയെന്നും, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ വഴിതെളിച്ചെന്നും, അല്ലെങ്കിൽ മർദ്ദിക്കേണ്ട സാഹചര്യം ഉണ്ടായെന്നാണ് മകന്റെയും മരുമകളുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട അടുത്തുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരവും അങ്ങനെയാണ്.